പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവ് എന്നാരോപിച്ച് ജില്ലാ ആരോഗ്യ വകുപ്പ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നു. വിവരങ്ങളുമായി ശ്രീകുമാരൻ ചേരുന്നു. ശ്രീത്ത്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് മുമ്പ് തന്നെ ഈ ആരോപണം വളരെ സജീവമായി കേട്ടതാണ്. 100-200 ഈ പറയുന്ന കാർഡിയോ ശസ്ത്രക്രിയ നടത്തുന്നത് 50-60 ചുരുങ്ങി എന്നൊക്കെ വാർത്ത നേരത്തെ വന്നതുമാണ്. അപ്പോൾ ഗുരുതരമായി തുടരുകയാണോ അവിടെ ഈ പ്രശ്നം? ശ്രീത്ത്, ഏതാണ്ട് ദിവസങ്ങളായി അത് നിരവധി പരാതികൾ, അത് അട്ടപ്പാടിയിൽ നിന്നടക്കമുള്ള രോഗികൾ വന്ന് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 ഡോക്ടർമാർ വേണ്ടിടത്ത് 1 ഡോക്ടർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയ അടക്കം രോഗികൾക്ക് സേവനമൊന്നും ലഭിക്കാത്തതെന്നാണ് ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം DMO ഓഫീസിലേക്ക് നടക്കുന്നത്. പോലീസുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസുണ്ട്. പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ ആവശ്യമായ ഒരു ചർച്ച DMOയുടെ നേതൃത്വത്തിൽ നടത്തണം, അല്ലാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസുണ്ട്. ഇപ്പോൾ അക്രമ സമരങ്ങളിലേക്ക് എന്തായാലും നീങ്ങിയിട്ടില്ല. മറ്റു തരത്തിൽ പോലീസ് അവിടെ കാത്തു നിൽക്കുകയാണ്. ഒരു ചർച്ച എന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. DMO ഓഫീസിലാണ് അവിടെ പ്രതിഷേധം. അവിടെ കാർഡിയോളജി വിഭാഗം ഒറ്റ ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടറെ കൊണ്ട് അവിടെ ഒരു പരിപാടി നടക്കില്ല. 4 ഡോക്ടർമാർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പല നിയമനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടെ എത്തിയ ഡോക്ടർമാർ പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രശ്നമുണ്ടായി. ഈ പറയുന്ന മാസം 200ഓളം ശസ്ത്രക്രിയകളടക്കം നടന്നിരുന്ന ഒരു ആശുപത്രിയാണത്. ആ ആശുപത്രിയിൽ ഇപ്പോൾ 50-60 ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ OP തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള OPയും കാർഡിയോ വിഭാഗത്തിൽ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. പല ആളുകൾ എത്തി മടങ്ങിപ്പോകുന്നു. ഡോക്ടർമാരില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. അത് വൈകുന്നേരം 5 മണിക്ക് വന്ന് OPക്ക് കാവല് നിന്ന പുലർച്ചെ 3 മണിക്ക് 4 മണിക്കാണ് OP അവസാനത്തെ OP കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് പോകുന്നത്. എന്ത് ന്യായമാണത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്? ഈ നിങ്ങൾ നികുതി പണത്തിന് ശമ്പളം വാങ്ങുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും. ശരി, അപ്പോൾ അത് അവിടുത്തെ ഒരു പ്രശ്നമാണ്. അതൊരു ജനകീയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ സമരം പുരോഗമിക്കുകയുമാണ്.